അസ്സലാമു അലൈക്കും. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. താബിഈ പണ്ഡിതനാകുന്ന താബിഈ പ്രമുഖനാകുന്ന ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ ഹദറത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് മക്കളില്ല, അവിടുന്ന് എനിക്ക് വേണ്ടി ദുആ രക്കണം. ആ സമയത്ത് മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ മറുപടി കൊടുത്തു, ഇസ്തഗ്ഫിരില്ല, നീ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം, അസ്തഗ്ഫിറുല്ലാഹല്ലദീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ശേഷം അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരു വ്യക്തി കടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ബിസിനസ്സിൽ പ്രയാസമാണ്, ഞാൻ എന്തു തുടങ്ങിയാലും അതൊക്കെ പരാജയപ്പെടുകയാണ്, അവിടെ നിന്ന് എനിക്ക് വേണ്ടി ദുആ രക്കണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, നീ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം, അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. മൂന്നാമതൊരു മനുഷ്യനൊരു കർഷകൻ വന്നുകൊണ്ട് അദ്ദേഹം വരൾച്ചയെ സംബന്ധിച്ച് ആവലാതി പറഞ്ഞപ്പോ കൃഷിയിടത്തിൽ വെള്ളം കിട്ടാതെ കൃഷികളൊക്കെ ഉണങ്ങിപ്പോവുകയാണ്, വെള്ളത്തിന്റെ ക്ഷാമം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ല, നീ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. അദ്ദേഹവും അത് ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലാമെന്ന് പറഞ്ഞ് ഏറ്റുകൊണ്ട് മടങ്ങിപ്പോവുകയാണ്. ഇങ്ങനെ ആവർത്തിച്ച് പല സങ്കടങ്ങളുമായി കടന്നു വന്നവർക്കൊക്കെയും ബഹുമാനപ്പെട്ടവര് ഇസ്തിഗ്ഫാർ ചൊല്ലണം, അല്ലാഹുവിനോട് ധാരാളം പൊറുക്കലിനെ ചോദിക്കണം എന്ന മറുപടിയാണ് കൊടുക്കുന്നത്, മറ്റൊരു മറുപടിയുമില്ല. ഇത് കണ്ടപ്പോ മഹാനുഭാവന്റെ ഹദറത്തിലുണ്ടായിരുന്ന അവിടുത്തെ ശിഷ്യനാകുന്ന റബീഅ എന്ന് പറയുന്ന മഹാനുഭാവൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, നിങ്ങൾ വ്യത്യസ്ത ആവലാദികളുമായി വന്നവർക്കൊക്കെയും ഒരേ മറുപടിയാണ് കൊടുത്തത്. പലരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു, പക്ഷെ എല്ലാവർക്കും പരിഹാരമായി നിങ്ങൾ കൊടുത്തത് ഇസ്തിഗ്ഫാറാണ്. ഇതെന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, മാ ഖുൽതു മിൻ ഇൻദി ശൈഅ, ഞാൻ ഈ പറഞ്ഞതൊന്നും എന്റെ വകയായി പറഞ്ഞതല്ല, ഞാൻ കുട്ടിയില്ലാത്തവർക്ക് കുട്ടി ഉണ്ടാകാൻ ഇസ്തിഗ്ഫാർ ചെല്ലാൻ പറഞ്ഞത്, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവന്റെ ഞെരുക്കം മാറാൻ ഇസ്തിഗ്ഫാർ ചെല്ലാൻ നിർദ്ദേശിച്ചത്, വെള്ളം കിട്ടാതെ കൃഷിയിടമൊക്കെ വറ്റി വരണ്ടു പോകുന്ന മനുഷ്യനോട് ഇസ്തിഗ്ഫാർ പരിഹാരമായി നിർദ്ദേശിച്ചത്, അങ്ങനെ തുടങ്ങി സങ്കടം പറഞ്ഞവരോടൊക്കെയും ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് എന്നത് പരിഹാരമായി ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചത്, അത് എന്റെ ഒരു അഭിപ്രായമായി എന്റെ വകയായി ഞാൻ പറഞ്ഞതല്ല, പകരം അല്ലാഹു പറഞ്ഞതാണ്. സൂറത്തു നൂഹിലൂടെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന അധ്യായത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. ഇത് അല്ലാഹു പറഞ്ഞതാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടുക. ഇന്നഹു കാന ഗഫാറാ, അതിലൂടെ അല്ലാഹു പാപങ്ങൾ മുഴുവനും പൊറുത്തു തരും, അവൻ ധാരാളമായി പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, നിങ്ങൾക്ക് ധാരാളമായി അല്ലാഹു മഴയെ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, മക്കളെ കൊണ്ടും സമ്പത്തുക്കളെ കൊണ്ടും അല്ലാഹു നിങ്ങളെ ഐശ്വര്യമാക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് നല്ല കൃഷിയിടങ്ങളും അതിന് ആവശ്യമായ നല്ല വെള്ളവും ഒക്കെ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ കാരണമായി തരുമെന്നത് അല്ലാഹു പറഞ്ഞതാണ്. അതടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വ്യത്യസ്ത ആവശ്യങ്ങളുമായി വന്നവരോടൊക്കെയും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറഞ്ഞതെന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നതായി കാണാം. ബഹുമാനികളെ, ഇസ്തിഗ്ഫാറിന്റെ ദിനരാത്രങ്ങളാണ്. മഗ്ഫിറത്തിന്റെ 10 അവസാന നിമിഷങ്ങളിലേക്ക് നാം കടക്കുകയാണ്. അവസാന ഇന്ന് 19ാമത്തെ പകലാണ്, 19ാമത്തെ പ്രഭാതമാണ്. ഒരൊറ്റ രാത്രി കൂടിയാണ് മഗ്ഫിറത്തിന്റെ 10. അല്ലാഹുവിനോട് പാപം
നേടിയെടുക്കാനുള്ള 10 നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് പകലുകളായി അവശേഷിക്കുന്നത്. ബഹുമാനികളെ, ഈ സമയത്ത് നാം ഒക്കെ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെല്ലണം, അല്ലാഹുവോട് മാപ്പപേക്ഷിക്കണം. ഈ മഗ്ഫിറത്തിന്റെ 10 നാം വർദ്ധിപ്പിക്കേണ്ട ദിക്റാണ് നാം നിസ്കാര ശേഷമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. സർവലോക നാഥനായ അല്ലാഹ്, എന്റെ പാപങ്ങളൊക്കെ നീ എനിക്ക് പൊറുക്കണേ എന്നാണ് അതിനർത്ഥം. മുഅ്മിനീങ്ങളെ, അത് ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട സമയങ്ങളാണ്. അതിലൂടെ അല്ലാഹു നമ്മുടെ പാപം പുറത്തു തരും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ, ഭൗതികമായ ഗുണങ്ങളും ആത്മീയമായ നേട്ടങ്ങളുമൊക്കെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നതിലൂടെ, അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കുന്നതിലൂടെ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന ഈ പ്രത്യേക സമയത്തുള്ള ദിക്ർ വർദ്ധിപ്പിക്കുന്നതിലൂടെ അല്ലാഹു നമുക്ക് തരും. നമ്മുടെ സാമ്പത്തിക ഞെരുക്കം നീങ്ങും. നമ്മുടെ എല്ലാ മേഖലയിലും അല്ലാഹു ഐശ്വര്യം തരും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിച്ച് അല്ലാഹുവിൽ നിന്ന് പാപമോചനം നേടിയെടുക്കുന്ന യഥാർത്ഥ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ചേർത്തി തരുമാറാകട്ടെ. അതോടൊപ്പം മറ്റ് നേട്ടങ്ങളും അല്ലാഹു നമ്മുടെ ഇസ്തിഗ്ഫാർ കാരണമായി നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.